IELTS എക്സാമിൻ്റെ 4 മൊഡ്യൂൾസിൽ ഒന്നാണ് ലിസണിങ് എന്ന് പറയുന്നത്. ലിസണിങ് ആക്ച്വലി നമുക്ക് ടോട്ടൽ 40 മിനിറ്റ്സ് ആണുള്ളത്. അതിൽ 30 മിനിറ്റ്സ് ആണ് ഓഡിയോ പ്ലേ ആവുക. നമുക്ക് ഈ ഓഡിയോ വീണ്ടും റിപ്പീറ്റ് കേൾക്കാനുള്ളൊരു ചാൻസ് ഇല്ല. ആ ഒരു കേൾക്കുന്ന സൈമിൾട്ടേനിയസ്ലി ആ ഒരു സെയിം ടൈമിൽ തന്നെ വി ഹാവ് ടു ആൻസർ ഓൾസോ. ആ ഒരു ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലേക്കാണ് ആൻസർ എഴുതുക. ദെൻ റിമെയിൻ 10 മിനിറ്റ്സ് നമുക്ക് വി ക്യാൻ ട്രാൻസ്ഫർ അവർ ആൻസർ ടു ദ ആൻസർ ഷീറ്റ് ഫ്രം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്. അങ്ങനെയാണ് ഒരു ടൈമിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. 4 സെക്ഷനാണ് ഈ ഓഡിയോ വരിക. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 പീപ്പിൾ. അത് ഒരു സോഷ്യൽ നീഡ്സ് അതിനെ മീറ്റ് ചെയ്യുന്ന അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആയിരിക്കും ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സെഷൻ ഇറ്റ്സ് മോണോലോഗ് മീൻസ് ഓൺലി വൺ പേഴ്സൺ ഈസ് ടോക്കിംഗ്. അതും ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് സോഷ്യൽ നീഡ്സ്. ദെൻ സെക്ഷൻ 3 എന്ന് പറയുന്നത് കോൺവെർസേഷൻ. 2 ആൾക്കാർ തമ്മിൽ മീൻസ് കൂടുതലുള്ള ഒരു കോൺവെർസേഷനാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. അത് ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ, ഒരു എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റ് ആയിരിക്കും സെക്ഷൻ 3. ആൻഡ് സെക്ഷൻ 4 എഗെയിൻ എ മോണോലോഗ് ദാറ്റ് ഈസ് ഓൾസോ ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റ്. അങ്ങനെ 4 സെക്ഷൻ ആണുള്ളത്. നമ്മളിനി ആൻസർ ചെയ്യുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഇറ്റ് മീൻസ് യു ഹാവ് ടു റൈറ്റ് വിത്ത് എ പെൻസിൽ ആൻഡ് ട്രൈ ടു ഡു ഇറ്റ് വിത്ത് ഓൾ ക്യാപിറ്റൽ ലെറ്റർ. ദാറ്റ് മീൻസ് നമുക്ക് മിസ്റ്റേക്സുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ റൈറ്റ് വിത്ത് capital letter.